ഏപ്രിൽ 25 ഓസ്ട്രേലിയയിൽ ആൻസാക് ഡേ ആയിട്ടാണ് ആഘോഷിക്കുന്നത്. ആൻസാക് ഡേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓസ്ട്രേലിയൻ ആൻഡ് ന്യൂസിലാൻഡ് ആർമി കോർപ്സ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ മാത്രമല്ല ന്യൂസിലാൻഡിലും ഈ ഏപ്രിൽ 25 ആൻസാക് ഡേ ആയിട്ടാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ ഇന്ന് ആൻസാക് ഡേ പ്രമാണിച്ച് ഇവിടെ റോഡിൽ കൂടെ മാർച്ച് നടത്തുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് എല്ലാ സ്കൂളിലെ കുട്ടികളെയും യൂണിഫോം ഇട്ട് വിളിച്ചിട്ടുണ്ട് കേട്ടോ ഗ്രൗണ്ടിലേക്ക്. അപ്പം അങ്ങനെ റിച്ചുകുട്ടനെ രാവിലെ ഞങ്ങൾ വിട്ടു. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയി കണ്ടേക്കാന്ന് വിചാരിച്ച് ഞങ്ങളും പോയിട്ടോ. കാരണം ഇതുവരെയും ഓസ്ട്രേലിയ വന്നിട്ട് ആൻസാക് ഡേയുടെ പരിപാടിക്കൊന്നും നമ്മൾ പോയിട്ടില്ല. അപ്പോൾ ഈ ആൻസാക് ഡേ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് നമ്മൾ ആഘോഷിക്കില്ല എന്ന് പറഞ്ഞ പോലെ. പക്ഷേ ഓസ്ട്രേലിയയുടെ സ്വാതന്ത്ര്യദിനം അല്ല കേട്ടോ. പക്ഷെ അതുപോലത്തെ ഒരു ആഘോഷമാണ്. അതായത് രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവത്യാഗം ചെയ്ത പടപൊരുതിയ വാറിലും അതുപോലെ പീസ് കീപ്പിങ്ങിലൊക്കെ പങ്കെടുത്തിട്ടുള്ള മരിച്ചുപോയതും എക്സ് മിലിറ്ററി ആയിട്ടുള്ളവരും അങ്ങനെയുള്ള പല സോൾജേഴ്സും ആർമി കോപ്സ് അങ്ങനെയുള്ള എല്ലാവരെയും അനുസ്മരിക്കുന്ന, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ് ഇന്നിപ്പം. പബ്ലിക് ഹോളിഡേ ആണ്, മാത്രമല്ല ഒരു ഡേ ഓഫ് ഒബ്ലിഗേഷൻ കൂടെയാണ്. അങ്ങനെ ഇതാ അവിടെ ഒരു സ്തൂപം കണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്മാരകമാണിത്. അപ്പോൾ എല്ലാവരും അവിടെ കൊണ്ട് ബൊക്കെയൊക്കെ വെക്കും. അപ്പം പട്ടാളക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒത്തിരി ആൾക്കാരുണ്ട്, നമുക്കിങ്ങനെ തിരിയുന്നില്ലാത്തതാണ് വീഡിയോയിൽ. ഇതൊന്നും കൂടാതെ പോലീസ്, ആംബുലൻസ്, ഫയർഫോഴ്സ് തുടങ്ങിയ എല്ലാ എമർജൻസി ടീമും എത്തിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ ഷർട്ടിൽ ഒന്നുകിൽ റോസ്മേരിയുടെ ചെറിയൊരു ഇല, അതല്ലെങ്കിൽ പോപ്പി ഫ്ലവർ, ഇത് ഏതെങ്കിലും കുത്തിയിട്ടുണ്ടാകും. അപ്പോൾ റിച്ചുകുട്ടൻ്റെ ഷർട്ടിൽ കണ്ടോ ടീച്ചർ കുത്തിക്കൊടുത്താണ് റോസ്മേരിയുടെ ചെറിയൊരു തണ്ട്. അപ്പോൾ അതങ്ങനെ ഷർട്ടിൽ കുത്തുന്നത് സിമ്പിൾ ഓഫ് റിമെമ്പറൻസ് എന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം.